നമുക്ക് അലീനയുടെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ സ്റ്റാലിയോട് വല്യപ്പച്ചൻ പറഞ്ഞു, എടാ ഇപ്പൊ വന്നിരിക്കുന്ന ലേഡി കമാൻഡർ ഉണ്ടല്ലോ, അവള് വെറുതെ അല്ല, നിന്നെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കാനും ജയിപ്പിക്കാനായിട്ട് കഴിവുള്ളവളാ അവളെന്ന് പറഞ്ഞു. ഒരു നിമിഷം സ്റ്റാലി ഇങ്ങനെ ഒരമ്പരപ്പോട് കൂടി വല്യപ്പച്ചന്റെ മുഖത്തേക്ക് നോക്കുക. വെല്ലിപ്പച്ചൻ പറഞ്ഞ ആരോട് പറയാനായിട്ട്, ആര് കേൾക്കാനാ? അതും പറഞ്ഞുകൊണ്ട് വെല്ലിപ്പച്ചൻ നടത്തവും കഴിഞ്ഞ് അകത്തേക്ക് കയറി പോന്നു. പിന്നീട് അലീന ചായയൊക്കെ ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ പൗലോസ് എഴുന്നേറ്റ് വരുവാണ്. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഇതാ പൗലോസ് ചേട്ടാ ചായ എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അലീനയൊന്ന് നോക്കി, എന്താ പൗലോസ് ചേട്ടാ എന്ന് ചോദിച്ചു. അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. പൗലോസ് എന്ത് ചെയ്തു, പോയി കുറച്ച് വെള്ളം എടുത്തു ചായപാത്രത്തിൽ. അതിന് ചായ വെക്കാനായിട്ട് ഗ്യാസ് കത്തിച്ച് അങ്ങോട്ട് അടുപ്പിലേക്ക് വെക്കുവാണ്. അലീന ചോദിച്ചു, ഇതെന്താ പൗലോസ് ചേട്ടാ ഇത്? എന്താ, എനിക്കൊരു ചായ വെച്ച് കുടിച്ചുകൂടാന്ന് ചോദിച്ചു. പെട്ടെന്ന് അലീനെ ഗ്യാസ് ഓഫ് ചെയ്തു. ചായയല്ലേ ഞാൻ തന്നേ, പൗലോസേണ് രാവിലെ ചായ കുടിക്കുന്നതാണല്ലോ നോർത്തോണ്ട ഞാൻ പൗലോസേണ്ട ചായ തന്നേ. രാവിലെ ഞാൻ ഈ അടുക്കളയിലേക്ക് വന്നേ പൗലോസേനോടൊപ്പം ചേർന്ന് എന്തേലുമൊക്കെ ചെയ്യാം, പൗലോസേണ്ണൊരു കൂട്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. പക്ഷെ പൗലോസേണ്ണ എന്തോ അത് അത്രയും കൂടി പിടിക്കുന്നില്ല എന്ന് തോന്നല്ലോ. അതെ, എനിക്കിഷ്ടമില്ല. അല്ല, ഞാനുണ്ടാക്കി തന്ന ചായ കുടിച്ചാലെന്താ? എനിക്ക് മറ്റുള്ളവരുണ്ടാക്കി തരുന്ന ചായ ഒന്നും ഇഷ്ടമില്ല. എനിക്ക് വായിക്ക് രുചിയായിട്ട് ഞാൻ തന്നെ വെച്ചുണ്ടാക്കണം. ഓ അങ്ങനെയാണല്ലേ? അല്ല, ഞാൻ ചായ വെച്ചല്ലോ, വേണ്ടാന്ന് പറഞ്ഞില്ലേ? എനിക്കിവിടെ എന്താ ഒരു ചായ വെച്ച് കുടിക്കാനുള്ള അവകാശം പോലും ഇല്ലേ? വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ചായ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, പൗലോസേണ്ണ അപ്പം വാശിയും ദേഷ്യവും അത് ഉപേക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലേ? ഓ അപ്പൊ എന്നെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാനാ തീരുമാനിച്ചിരിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. പൗലോസ് പറഞ്ഞു, ഞാനിവിടെ ആദ്യമായിട്ടൊന്നും അല്ല, ആയിക്കോട്ടെ. ഞാൻ ഈ അടുക്കളയിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിൽ ചില ചിന്തകളെ ഉണ്ടായിരുന്നുള്ളൂ. പൗലോസേട്ടൻ നന്നായിട്ട് ആഹാരം ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കറികളൊക്കെ പൗലോസേട്ടനോട് ചോദിച്ചു പഠിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് ഓർത്താം. ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്കങ്ങനെ ആരുടെ സഹായം വേണ്ട, എനിക്ക് തന്നെ വെച്ചുണ്ടാക്കുന്ന ഇഷ്ടം. അതെ, പൗലോസേട്ടന് ധാർഷ്ട്യം വേണം. അതെ, ഇത്രയും കാലം ഞാൻ ഒറ്റയ്ക്കാണ് ഈ അടുക്കള കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് പോരല്ലോ പൗലോസേട്ടാ, ഞാനിപ്പോൾ ഇവിടേക്ക് വന്നല്ലോ. അപ്പം പിന്നെ ഞാനും കൂടെ ചേരും പൗലോസേൻ്റെ ഒപ്പം അടുക്കളയിൽ. ഇനി പൗലോസേൻ എന്നെ വെല്ലുവിളിച്ചാൽ മുന്നോട്ട് പോകാമെങ്കിൽ ഭാവമെങ്കിൽ അത് നടക്കില്ല, ഈ വീട്ടിൽ നടക്കില്ല എന്ന് പറഞ്ഞു. 3 ദിവസം പൗലോസേട്ടന് ഞാൻ തരും. അതിനുള്ളിൽ പൗലോസേട്ടൻ മാറിയില്ലെങ്കിൽ പെട്ടിയും കിടക്കൊക്കെ റെഡിയായിട്ട് വെച്ചോ. അലീനെ കൈ കെട്ടിക്കൊണ്ടാ നിന്ന് പറയണേ. അലീനെ കൈ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, അത്രയ്ക്ക് ദേഷ്യവും സങ്കടമൊക്കെ വരുമ്പോഴാണ് അലീന അങ്ങനെ നിൽക്കുന്നത്. അത് ബ്രിജിത്ത മമ്മിക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ പൗലോസിനോട് പറഞ്ഞപ്പോൾ പൗലോസിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അറിയാലോ, ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു, ഇനി പൗലോസേൻ്റെ ഇഷ്ടം. അതും പറഞ്ഞ് അലീന അങ്ങോട്ട് പോയി. പൗലോസിന് നല്ല ദേഷ്യം വന്നു. അപ്പോഴേക്കും ബൈജു അങ്ങോട്ട് കയറുന്നു. എന്താ പൗലോസേട്ടാ? അവളുണ്ടല്ലോ, ആ അലീന എന്ന് പറയുന്നവള് എന്നോട് ഇവിടുന്ന് പോയിക്കോളാം, പെട്ടിയും കിടക്കുകയൊക്കെ പാക്ക് ചെയ്ത് വെച്ചോളാൻ. അതെന്ത് പറ്റി? ഓ അവൾക്ക് ഇവിടുത്തെ അധികാരം സ്ഥാപിക്കണം പോലും, ഒരു ചായ ഇട്ട് കുടിക്കാൻ പോലും എനിക്ക് പറ്റില്ല. പൗലോസേട്ട അങ്ങനെ പോയാൽ എങ്ങനെയും ശരിയാവുന്നേ? ഓ ഇനിയിപ്പോൾ അതേ കാലമൊന്നും എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുമെന്ന് തോന്നില്ല. എൻ്റെ പൗലോസേട്ട അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകുമോ? ബൈജു എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. പൗലോസേട്ടൻ എത്ര കാലമായി ഇവിടെ തുറന്നിട്ട്. എടാ, നീ ആ അഞ്ചലിലേക്ക് വിളിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി, വല്ല കാര്യമുണ്ടോ? ഓ അവർ വരുമെന്നേ, റീത്താമ്മ ചേച്ചി അവരുടെ ആംഗ്ലമാരെല്ലാം കൂട്ടി ഒരു വരവും കൂടെ വരും. അന്ന് കണ്ടോ ഈ അലീനയെന്ന് പറയുന്നവൾ ഇവിടെ നടക്കും. ഒരലീന കുലീന വന്നിരിക്കുന്നു, അവൾ ആരാ? അവൾ കണ്ട തെരുവില് എന്ന് പറഞ്ഞിട്ട് ചീത്ത വാക്കും കൂടെ പറയണം. കിടന്നവളല്ലേ, ഇവിടെ വന്ന് എന്നെ ഭരിക്കാനായിട്ട് വന്നിരിക്കുന്നു, ഒരു കുലീന വന്നിരിക്കുന്നു. അവൾക്കുട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്, അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. കണ്ടോ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പൗലോസ് ആരാന്ന് അവൾക്ക് ശരിക്കും അറിയില്ല. ആ അങ്ങനെ തന്നെ വേണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആൻ്റെ പഞ്ചായത്തും കൂടെ കൂട്ടുപിടിച്ചാലോ? നമ്മളോടൊപ്പം നിൽക്കുമോ? അയാൾ നിൽക്കുമെന്ന് തോന്നില്ല, പൊങ്ങുതടി പോലെയാ അയാളുടെ സ്വഭാവം അങ്ങനെയാന്ന് പറഞ്ഞു. അയാളെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. പൗലോസിനാണ് നല്ല ദേഷ്യമായിരുന്നു അലീനയോട്. അലീന തന്നെ ഭരിക്കാൻ വരുവാന്നൊരു ചിന്തയായിരുന്നു പൗലോസിന്റെ മനസ്സിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റാലിയുടെ അടുത്ത് വന്ന് വല്യപ്പച്ചൻ ഇരുന്നിട്ട് പറഞ്ഞു, എടാ സ്റ്റാലി, ഈ നടത്തം നീ നിർത്തണ്ട കേട്ടോ, എന്നും നടക്കാൻ പോകുന്നത് നല്ലതാ, ശരീരത്തിനൊക്കെ ഒരു വ്യായാമം നല്ലതാന്ന് പറഞ്ഞു. നിനക്ക് പ്രായത്തിലൊക്കെ ആയല്ലോ. ഓ പിന്നെ ഈ പറയുന്ന ആൾക്ക് പ്രായമൊന്നും ആയല്ലോ. അതെ, വല്യപ്പച്ചനേക്കാളും നല്ല ബോഡി എൻ്റേത്, എനിക്ക് ആരോഗ്യമൊക്കെയുണ്ട്. വല്യപ്പച്ചനല്ല പകുതി എത്തിയപ്പോൾ കതച്ചോണ്ട് നിന്നേ. എടാ, നിന്റെ പ്രായമാണോ എനിക്ക്? നീയൊന്ന് ആലോചിച്ച് നോക്കിയേ. നിന്റെ ഈ പ്രായത്തിലെ ഞാൻ പണിയുന്ന പണിയുടെ 4 ഇപ്പം നീ പണിയോ?
ഇല്ല, ഒരു കാരണവശാലും ഇല്ല. എന്നെ അളക്കാൻ വരരുതേ. ഇട്ട വട്ടത്തിൽ നീ നടന്നതും വെച്ചിട്ട്. കേട്ടോ ലാലിച്ച. അത് കേട്ടപ്പം സ്റ്റാലിനെ ഒന്ന് നോക്കി. എടാ ലാലിച്ച, നീ നടക്കുന്നല്ല. ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികൾക്ക് വരെയാ അറ്റാക്കൊക്കെ വരുന്നത്. അപ്പം വ്യായാമം ചെയ്യുന്ന ശരീരത്തിന് എന്തുകൊണ്ടും നല്ലതാന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് അലീനെ ചായയൊക്കെ ആയിട്ടും കൂടെ വരുന്നേ. അലീനയെ കണ്ടു കഴിഞ്ഞ് വല്യപ്പച്ചൻ പറഞ്ഞു, ഓ അപ്പം അവലോസ് അടുക്കള കയറുന്ന സമയത്ത് നേരത്തെ കാലത്ത് ചായയൊക്കെ കിട്ടുമായിരുന്നു. ദേ വല്യപ്പച്ചാന്ന് വിളിച്ചു. ആ എങ്കിൽ ആ ചിന്നമ്മ സ്പെഷ്യൽ ഇങ്ങ് എടുക്കുക. ദേ ചിന്നമ്മ സ്പെഷ്യൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വൈകിട്ടൊരു ആന്തലെന്ന് പറഞ്ഞു. അങ്ങനെ അലീന ചായ എടുത്തു കൊടുത്തു. സ്റ്റാലിക്ക് കോഫിയും കൊടുത്തു. അപ്പോഴേക്കും വല്യപ്പച്ചൻ ഇച്ചിരി കുടിച്ചിട്ട് പറഞ്ഞു, ആ എന്തൊരു ടേസ്റ്റ്. ആ ചിന്നമ്മ ഉണ്ടാക്കുന്ന ആ ചായയുടെ അതേ രുചി. അല്ല, ഈ കൈപ്പെണ്ണെന്ന് പറഞ്ഞ് ഇങ്ങനെ കിട്ടുമോ? ഈ മുഖലക്ഷണം വെച്ച് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറയില്ലേ. കാരണം ഒരാൾക്ക് മറ്റൊരാളായിട്ട് സാദൃശ്യം ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ അതുപോലെ കൈപുണ്യം പകർന്നു കിട്ടുവാടാ ലാലിച്ച. അപ്പോഴേക്കും അലീന പറഞ്ഞു, വേണ്ട വല്യപ്പച്ച, എന്നെ അത്രയും ഇങ്ങോട്ട് പുകഴ്ത്തണ്ടാന്ന് പറഞ്ഞു. പുകഴ്ത്തിയതല്ല കൊച്ചേ, ശരിക്കും ചിന്നമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ആ ചായക്ക്. ഇത് കുടിക്കുമ്പോഴുണ്ടല്ലോ. അപ്പോഴേക്കും അലീന സ്റ്റാലിയോട് ചോദിച്ചു, കോഫി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കൊള്ളാന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, പപ്പ ഞാൻ അടുക്കള കാര്യങ്ങൾ ഏറ്റെടുത്തു കിട്ടോ എന്ന് പറഞ്ഞു. അതെ, ഇനി മുതൽ അടുക്കളയിൽ ധൂർത്തും അതുപോലെ തന്നെ വേസ്റ്റ് ഒന്നും പാടില്ല. ആ രീതി വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോഴേക്ക് സ്റ്റാലിൻ പറഞ്ഞു, കാര്യങ്ങളൊക്കെ ശരി തന്നെയാ, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാവാതെ നോക്കണം. പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഞാൻ നയപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളാന്ന് പറഞ്ഞു. വല്യപ്പച്ചൻ പറഞ്ഞു, അത് ശരിയാ. അലീന മോള് അത് നയപരമായിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോളും. ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തിരിതോടുകൂടി വല്യപ്പച്ചനെ നോക്കിയിട്ട് സ്റ്റാലിൻ പറഞ്ഞു, അതെനിക്കറിയാവുന്ന കാര്യമാണ്. വല്യപ്പച്ചൻ എന്താണെങ്കിലും നയപരമായിട്ട് വല്യപ്പച്ചനെ ഇവള് വീഴ്ത്തിയല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും വല്യപ്പച്ചൻ പറഞ്ഞു, ഒന്ന് പോടാന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, എങ്കിൽ ഞാൻ അടുക്കളയിലേക്ക് അല്ലട്ടെ, അടുത്ത നടപടിക്രമങ്ങളുണ്ട്. അതെന്താ, ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേന്ന് ചോദിച്ചു. വേണം, എങ്കിൽ പെട്ടെന്ന് പോയി ഉണ്ടായിക്കോളാൻ പറഞ്ഞു. അലീന പോയി കഴിഞ്ഞപ്പോൾ വല്യപ്പച്ചൻ പറഞ്ഞു, എടാ എന്തേലുമൊക്കെ അവളോടൊന്ന് സംസാരിക്കാം, നല്ലതാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യാം. നീ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സ്റ്റാലി ഒന്ന് നോക്കി വല്യപ്പച്ചനെ. ഇതേ സമയത്ത് അഞ്ചലിലുള്ള വീട്ടിലേക്ക് പള്ളിയിൽ അച്ഛനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് റീത്താമ്മയും ഔസേപ്പച്ചനും ഒക്കെ. അങ്ങനെ അച്ഛൻ വന്നു. കാര്യങ്ങളൊക്കെ സംസാരിക്കണ സമയത്ത് അച്ഛൻ ചോദിച്ചു, അല്ല എൽസമ്മ എന്ത് ചെയ്യുന്നു ചോദിച്ചു. എൽസമ്മ ധ്യാനത്തിന് പോയിക്കോ. എവിടെ? ഭരണങ്കാനത്ത്. അപ്പൊ കുട്ടികളുടെ കാര്യം ആരാ നോക്കുന്നത്? അപ്പൊ ടെൽസ എവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ടെൽസല്ല, ടാനിയ വന്ന് നിൽക്കുന്നുണ്ട്. കുട്ടികളുടെ കാര്യമൊക്കെ ഞാനാ നോക്കുന്നത്. അതിന് അവളില്ലെങ്കിലും ഞാൻ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അല്ല, എൽസമ്മ ഇങ്ങനെ ധ്യാനം എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്യുന്നുണ്ട്. അല്ല, ഈ എൽസമ്മയ്ക്ക് 2 പെൺകുട്ടികളില്ലേന്ന് ചോദിച്ചു. ഉണ്ട്. അല്ല, അവരെങ്ങനെയാ പഠിക്കാനൊക്കെ മിടുക്കരാണോ? പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നത്തെ കാലമാണ്. പെൺകുട്ടികളൊക്കെ എന്ന് പറഞ്ഞ റീൽസ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് നടക്കും. പിന്നെ ഫോണിൻ്റെ ഒക്കെ ഉപയോഗം കാണുന്നില്ലേ നമ്മൾ പത്രത്തിലും ടി വിയിലും ഒക്കെ. അപ്പം പ്രേമം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകും. അതിലൊന്നും പെടാതെ നമ്മൾ നോക്കണം. അല്ല, ഈ പറയുന്ന മക്കൾക്കൊക്കെ ഫോണുണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ടാനിയുടെ മുഖത്തേക്കൊന്ന് റീത്തമ്മ നോക്കി. അപ്പോഴേക്കും ടാനിയ പറഞ്ഞു, അച്ചോ എനിക്കൊരു ഫോണുണ്ട്, അതാ കോവിഡ് സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പഠിത്തവും കാര്യങ്ങളൊക്കെ അപ്പോഴല്ലായിരുന്നോ, ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേന്ന് ചോദിച്ചു. ഫോണിൻ്റെ ഉപയോഗങ്ങളൊക്കെ കുറയ്ക്കണം, അത്യാവശ്യം മാത്രം ഉപയോഗിക്കാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ചാറ്റിംഗ് ആയി അതാ ഇതാ എന്നൊക്കെ അച്ഛനൊരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും എൽസമ്മ പറഞ്ഞു, അല്ല റീത്താമ്മ പറഞ്ഞു, അച്ഛനറിയാലോ കാര്യങ്ങളൊക്കെ. ആ സ്റ്റാലി എന്ന് പറയുന്ന ഒരു പെൺകൊച്ചിനെ അവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുക. അല്ല, ഈ എൽസമ്മയുടെയും കുട്ടികളുടെയും കാര്യങ്ങളൊക്കെ സ്റ്റാലി തന്നെ ഇപ്പോഴും നോക്കുന്നേ. അതെ, എന്തിനേലും കാര്യത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ടോ? ഇല്ല, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. സ്റ്റാലി അവിടെ, എൽസമ്മയും കുട്ടികളും ഇവിടെ. പണ്ട് മുതലേ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അതെ, അങ്ങനെ തന്നെയായിരുന്നു അച്ചോ. അപ്പം പിന്നെ ഇപ്പോഴെന്താ പ്രശ്നം? അത് പിന്നെ പറഞ്ഞില്ലേ, ഒരു പെൺകൊച്ചിനെ അവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ട്. അത് മകളാന്നോ മറ്റോ? അല്ല, അവള് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു. ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല. പക്ഷേ എങ്കിൽ അപ്പോഴേക്കും ടെൽസ അങ്ങോട്ട് വന്നു. ടെൽസ വന്നിട്ട് അവിടെ സ്വീറ്റ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതിനകത്തൊന്ന് ഞാൻ ഒന്നും എടുത്തോട്ടേന്ന് ചോദിച്ചു. അപ്പോഴേക്കും റീത്താമ്മ പറഞ്ഞു, തൊട്ട് പോയേക്കിടെന്ന് പറഞ്ഞു. ടെൽസ പെട്ടെന്ന് അങ്ങോട്ട് മാറി. അപ്പോഴും ടാനിയോട് പറഞ്ഞു അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ടാനിയ വന്ന് ടെൽസയുടെ കയ്യിലേക്ക് പിടിച്ചപ്പോൾ അച്ഛനൊരു സീറ്റ് എടുത്ത് കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ മോള് കൊണ്ടുപോയി കഴിച്ചോളാൻ പറഞ്ഞു. താങ്ക് യു ഫാദർ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിയുമ്പോഴത്തേനും അച്ഛൻ പറഞ്ഞു, തീർന്നു കഴിയുമ്പോൾ മോൾ ഇനിയും വന്ന് എടുക്കണമെന്ന് പറഞ്ഞു.
റീത്തമ്മ അത് പ്രതീക്ഷിച്ചില്ല. അതെ, കുട്ടികൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ അത് സാധിച്ചു കൊടുക്കണം. ഒരു സീറ്റ് എടുത്തെന്ന് ഓർത്തോണ്ട് എന്താ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് റീത്തമ്മയെ വഴക്ക് പറയുന്നുണ്ട് അച്ഛൻ. എന്നിട്ടിനി ബാക്കി പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും അവസാനിപ്പിച്ചും പറഞ്ഞു, അച്ചോ അവള് ഈ വീട്ടിലേക്ക് അങ്ങനെ വരുമോ? അല്ല, ഈ വീട്ടിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഞാൻ ഉദ്ദേശിച്ച മിക്കവാറും സ്റ്റാലിയുടെ സ്വത്തിൻ്റെ കാര്യത്തിലെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ സ്വത്തുക്കൾ മുഴുവൻ മിക്കവാറും അവൾ അടിച്ചോണ്ട് പോകും. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും വരാനുണ്ടെന്ന് ആര് കണ്ടു? അവളുടെ അമ്മ വരുമോ ഒന്നും അറിയത്തില്ലല്ലോ. അവൾ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട്, എന്ത് ചെയ്യും? അപ്പം പിന്നെ ഞങ്ങളുടെ കുട്ടികൾക്കൊന്നും ഇല്ലാതെ പോകത്തില്ലേ? അതൊരു കാര്യം തന്നെയാണ്. ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് ചോദിക്കാം. എന്ത്? അല്ല, ഞാൻ സ്റ്റാലിയായിട്ടൊന്ന് സംസാരിക്കാം. അങ്ങനെ ഫോണിൽ കൂടെ സംസാരിച്ചിരുന്നു ഒരു കാര്യമില്ല അച്ചോ. നേരിട്ട് തന്നെ സംസാരിക്കേണ്ട കാര്യമാണ്. ഒരു കാര്യം ചെയ്യാം, എല്ലാവർക്കും കൂടെ അങ്ങോട്ടേക്ക് പോവാം, അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അച്ഛൻ പറഞ്ഞു, ആദ്യം ഒന്ന് സംസാരിക്കട്ടെ, സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാക്കിയിട്ട് പോയാൽ പോരെ. ആദ്യം സ്റ്റാലിയുമായിട്ടാണ് സംസാരിക്കുക, എന്താ വേണ്ട എങ്ങനെയാന്നൊക്കെ, അതിന് ശേഷം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പോവുകയാണ്. ഈ സമയത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു പൗലോസിന്. പൗലോസ് സാധനം മേടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ബൈജു പറഞ്ഞു, പൗലോസാണ് എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നത്? അവള് കാരണം എനിക്കൊരു സമാധാനം ഇല്ലടാ. അല്ല, നീ പറഞ്ഞിട്ട് അഞ്ചലേന്ന് അവർ വരുമോ? വരും പൗലോസേട്ടാ. പൗലോസേട്ടൻ ഒന്ന് സമാധാനമായിട്ടിരിക്കും, ഇത്തിരി മനസ്സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു. ശരി. അങ്ങനെ ഇറങ്ങുമ്പോഴത്തേനും ആൻ്റപ്പൻ അങ്ങോട്ട് വന്നു. എത്ര സമയം നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നേ? ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴെത്തും? ആൻ്റപ്പൻ ചേട്ടനെ പോലെ സൂപ്പർവൈസർ പണിയൊന്നും അല്ലല്ലോ, എല്ലാം വെച്ച് വിളമ്പിയിട്ട് വേണ്ടേ വരാനായിട്ടെന്ന് പറഞ്ഞു. അല്ല, എന്ത് പറ്റി പൗലോസിന് മുഖത്തൊരു വാട്ടം? അപ്പോഴേക്കും ബൈജു പറഞ്ഞു, അത് പിന്നെ ഉണ്ടല്ലോ. അപ്പോഴാണ് അലീന ഇറങ്ങി വരുന്നുണ്ട്. പെട്ടെന്ന് ബൈജുവിൻ്റെ ഭാവൊത്തുവാണ് പൗലോസേട്ടൻ. അതേ കൊതുക് കടിയെക്കുറിച്ച് പറഞ്ഞാന്ന് പറഞ്ഞു. കൊതുക് കടിയെക്കുറിച്ചോ? ആൻ്റപ്പനൊന്നും മനസ്സിലായില്ല. അലീന വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങളെല്ലാവരും കൂടെ എവിടേക്കാ? അതെ, കടയിലേക്ക് പോവാം. സാധനം വാങ്ങാനാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആൻ്റപ്പൻ പറഞ്ഞു, അത് കുഞ്ഞെ കുറച്ച് സാധനം വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു. ആ സമയം പൗലോസ് പറഞ്ഞു, ഒന്നും പെട്ടെന്ന് പോകണോ ആൻ്റപ്പ ചേട്ടാ? ദേ ആ കടക്കാരന് ഒരു മാമോദിസയുണ്ട്, അതിന് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആൻ്റപ്പൻ പറഞ്ഞു, അതിന് കടക്കാരൻ്റെ മക്കളൊക്കെ വലുതല്ലേ? കടക്കാരൻ്റെ മക്കൾ വലുതാണെന്നും പറഞ്ഞുകൊണ്ട് എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് പൗലോസിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അലീന അങ്ങോട്ടേക്ക് വന്നതും ആൻ്റപ്പൻ സംസാരിച്ചുകൊണ്ട് നിന്നുമൊക്കെ. അപ്പോഴേക്കും അലീനയ്ക്ക് മനസ്സിലായി പൗലോസിന് നല്ല ദേഷ്യമുണ്ടെന്നുള്ള കാര്യം. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.